ദേശാഭിമാനി പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ CPM നേതൃത്വത്തിൽ അമർഷം. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനും പത്രത്തിന്റെ ചുമതല നൽകിയിട്ടും നിരന്തരം വിവാദങ്ങളാണ്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ചയാകും. വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ KR അജയനെതിരെ നടപടിയും ഉടനുണ്ടാകും. ദേശാഭിമാനി മുഖിയ കള്ളൻ വിജയൻ ലേഖനം TC രാജേഷ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തുടർച്ചയായി CPM-നെ പ്രതിരോധത്തിലാക്കുന്നതിലാണ് നേതാക്കൾക്ക് കടുത്ത അമർഷമുള്ളത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് CPM മുഖപത്രത്തിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് അത് ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ CPM-നെതിരെ മുഖ്യമന്ത്രി നിലപാടെടുത്തത്. ദേശാഭിമാനിയാണ് ഓഹരി കൈമാറ്റത്തെ ആദ്യം അനുകൂലിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് VD സതീശൻ ദേശാഭിമാനി ഉയർത്തിക്കാട്ടിയ വാർത്താ സമ്മേളനത്തിൽ CPM-നെ വിമർശിക്കുമ്പോൾ CPM നേതാക്കൾക്ക് ഉത്തരമില്ലാത്ത സാഹചര്യമുണ്ടായി. പല ഘട്ടത്തിലും ദേശാഭിമാനി തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ എത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് VS അച്യുതാനന്ദനെ പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആദ്യ ചരമവാർഷികത്തിന് മുന്നോടിയായി വാരാന്ത്യം പുറത്തിറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ദേശാഭിമാനിക്ക് ഉണ്ടായത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ദേശാഭിമാനിയുടെ ചുമതലയിൽ CPM-ൽ നിന്ന് ഉള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗം പുത്ര ദിനേശനും സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജും രണ്ട് നേതാക്കളുള്ളപ്പോഴും ദേശാഭിമാനി നിരന്തരം ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്നു, വിവാദങ്ങളിലാകുന്നു. CPM നേതൃത്വം വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഈ നേതാക്കൾക്ക് പൂർണ്ണസമയം ദേശാഭിമാനിയുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനം ദേശാഭിമാനിക്കുള്ളിലുമുണ്ട്. ഏതായാലും എങ്ങനെയാണ് വിഷയത്തിൽ ഇടപെടാനാവുക, എന്തെല്ലാം നടപടികളിലൂടെ ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന കാര്യം CPM ചർച്ച ചെയ്യും. അടുത്ത 3 ദിവസങ്ങളായി CPM-ന്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഈ വാരാന്തപതി വിവാദത്തിൽ അതിന്റെ എഡിറ്റർ അജയൻ ഇന്നലെ പാർട്ടി നേതൃത്വത്തിന് മറുപടി വിശദീകരണം നൽകിയിട്ടുണ്ട്. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താം, പക്ഷേ ആ തലക്കെട്ടിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു തെറ്റും തനിക്ക് തോന്നുന്നില്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയതായി അറിയുന്നത്. ഏതായാലും അജയനെതിരെ വൈകാതെ നടപടി ഉണ്ടായേക്കും. CPM നേതൃത്വവും ഈ വിഷയങ്ങൾ ഗൌരവത്തോടുകൂടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.